ഹലോ, ഇന്ന് നമ്മളൊരു ബർത്ത്ഡേ ഹാമ്പറാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹാമ്പർ സെറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടോളൂ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇതുപോലുള്ള ഓർഡേഴ്സ് ചെയ്യുന്നവർ, ഇതുപോലുള്ള ബിസിനസ് ചെയ്യുന്നവരുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനെ കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിൻ്റെ എന്താ പറയുക, മെയിൻ എന്ന് പറയുന്നത് റെഗുലർ ആയിട്ടുള്ള നല്ല കസ്റ്റമേഴ്സാണ്. അപ്പോൾ കസ്റ്റമേഴ്സിന് നമുക്ക് എങ്ങനെ കിട്ടും, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഓർഡർ പിടിക്കാം എന്നുള്ളൊരു സംഭവമാണ് ഞാൻ ചെറുതായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഒന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നല്ലൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ നമ്മുടെ കണ്ടൻസും നമ്മുടെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുക. അതുവഴി നമുക്ക് എന്ത് ചെയ്യും, ഓർഡേഴ്സും കാര്യങ്ങളും കിട്ടും, നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്ക് ബൂസ്റ്റ് ചെയ്യാം. നമ്മൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ ക്യാൻവ പോലുള്ള ആപ്പുകളിൽ നിന്നൊക്കെ അഡ്വർടൈസ്മെൻറ്റ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുക, ഒരു പോസ്റ്റർ പോലെ. അത് നമുക്ക് നമ്മുടെ പേജിലിട്ടിട്ട് അതിനെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാം. ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു ദിവസത്തിന് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസത്തിന് ബൂസ്റ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്കൊരു 1 വീക്കിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബൂസ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഒരു 1 വീക്കിനൊക്കെ ബൂസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ടൈമിൻ്റെ ഒരു ലിമിറ്റേഷൻ കാരണം ഞാൻ ഒരു ദിവസത്തേക്കാണ് ബൂസ്റ്റ് ചെയ്യുക. കാരണം എനിക്ക് മെസ്സേജസിന് റിപ്ലൈ കൊടുക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും, കാരണം നമുക്ക് സ്കൂളിൽ ഫോൺ അലൗഡ് അല്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരു ദിവസത്തേക്കാണ് ബൂസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു സാറ്റർഡേ സൺഡേ നമുക്ക് കിട്ടുമ്പോൾ ഒന്നുകിൽ സാറ്റർഡേ പോസ്റ്റ് ബൂസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ സൺഡേക്ക് ബൂസ്റ്റ് ചെയ്യും, അങ്ങനെയാണ് ചെയ്യുക കേട്ടോ. അന്നേരം നമ്മൾ ആ ഒരാഴ്ചത്തേക്ക് ഉള്ള ഓർഡേഴ്സ് ആണ് എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് വീക്കിലും എന്ത് ചെയ്യും, ഒരു ദിവസത്തേക്ക് ബൂസ്റ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് കസ്റ്റമേഴ്സിനെ എന്താ പറയുക, കൂട്ടാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്തു കൊടുക്കുന്ന വർക്ക് അത് അവർ തരുന്ന എമൗണ്ടിന് വേർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കൊടുക്കുക. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് നമുക്ക് തരുന്ന എമൗണ്ടിന് മാക്സിമം പറ്റുന്ന രീതിയിൽ ക്വാളിറ്റിയുള്ള ഐറ്റംസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നമുക്ക് രണ്ടാമതും, ഇനിയിപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ഒരു ഒക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് ആ ഓർഡേഴ്സ് അവർ തരും. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 to 3 ഇയേഴ്സായി ഈ ഒരു ഫീൽഡിൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. ആദ്യം ഫ്രെയിംസാണ് തുടങ്ങിയത്, ഇപ്പോൾ ഹാമ്പേഴ്സാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് റെഗുലറായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ, അന്ന് മുതൽ ഇപ്പോഴും നമ്മുടെ കൂടെ. അപ്പോൾ അത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന വർക്ക് അത്രയും ക്വാളിറ്റിയിലുള്ളത് കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു കസ്റ്റമേഴ്സിനെ നമുക്കിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ടിപ്സിനും ട്രിക്സിനും കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ ഞാൻ അതിനുള്ള റിപ്ലൈ അടുത്ത ബൂസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അടുത്തൊരു വീഡിയോയിൽ ബൂസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.